അതെ, ഇന്നത്തെ ഈ പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. വനിതാ കണ്ടക്ടർമാർ സേവനത്തിന്റെ പാതയിൽ ഒരു പുതിയ വിഭാഗം. വായിച്ചോ? ആ, വായിച്ചു. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. അത് ഞാൻ എഴുതിയതാ. അപ്പൊ നിങ്ങളാണ് അബ്ദുൽ ഖാദർ? അത് പിന്നെ എന്റെ തൂലിക നാമമാ. യഥാർത്ഥ പേര് കൃഷ്ണൻകുട്ടി എന്നാ. ലേഖനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതൊന്നും വേണ്ട. വിശ്വാസമില്ലാത്ത കണ്ടക്ടർമാരെ മാത്രം ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ? സമ്മതിച്ചു, അല്പം പ്രായക്കൂടുതലാണ്. പക്ഷേ എന്റെ മനസ്സ് ഇന്ദുവിനേക്കാൾ ചെറുപ്പമാണ്. ഒരുപാട് അന്വേഷിച്ചു, ഇപ്പോഴാണ് കണ്ടെത്തിയത്. എന്നൊരു സമ്മതം മൂടൽ മാത്രമാണ് എനിക്ക് ആവശ്യം. ഇന്ദു എസ് പറയുന്നവരെ എന്നും ഞാൻ ഈ ബസ് കയറിക്കൊണ്ടേയിരിക്കും. വരട്ടെ. തലമൂത്ത് നരച്ചിട്ടും ഇത് അതോറിറ്റീസിനോട് കംപ്ലൈന്റ് ചെയ്യായിരുന്നില്ലേ? അതൊന്നും വേണ്ട. കുറച്ചുനാളിങ്ങനെ നടക്കുമ്പോ പുള്ളിക്കാരനെ തന്നെ മടുത്തോളും. അല്ല, ഞാൻ വേണമെങ്കിൽ ഇടപെടാം. അയ്യോ വേണ്ട. അതൊക്കെ പോട്ടെ, നമ്മുടെ ഉദ്ദേശം എന്താ? മനസ്സിലായില്ല. പത്രത്തിൽ വനിതാ കണ്ടക്ടർമാരെ കുറിച്ച് എഴുതിയത് നിങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതെ. അത് എഴുതിയ അബ്ദുൽ ഖാദറെ KSRTCയിലെ സ്റ്റാഫാ. ഞങ്ങളെയൊക്കെ കാണിച്ചതിന് ശേഷമാ പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത് തന്നെ. ആളിറങ്ങണം. ചമ്മണ്ട സ്റ്റോപ്പ് ആകട്ടെ. TV സീരിയലിൽ അഭിനയൊന്നും ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അയ്യോ, ഞാൻ TV സീരിയലിൽ അഭിനയിക്കുന്ന ആരാ? എനിക്ക് നിങ്ങളെ നേരത്തെ പരിചയമുണ്ട്. നിങ്ങൾ അഭിനയിച്ച മിക്ക സീരിയലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. മുഖസ്തുതി പറയാണെന്നൊന്നും കരുതണ്ട. നിങ്ങളുടെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടം. ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു. ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാറി ഒരു പാഠം പഠിപ്പിച്ചാ മതി. മനസ്സിലായില്ല. ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം. തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ? അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി. എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം. ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല. എങ്കിൽ കാൽ 2 വെട്ടി കളയാം. പിന്നെ കണ്ണുകുത്തി പിടിക്കണം. അതൊക്കെ ദാസൻ ചട്ടപ്പിടെ ഇഷ്ടം. എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്. 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിലിടാനാ. അതാ എന്റെ പതിവ്. ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു. ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെയായി. ഇതോടെ ആ സുന്ദരനെ കൊണ്ടുള്ള ശല്യം തീർന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വന്ന് പറഞ്ഞൂടെ? അതിന് കള്ളു കുടിച്ച് ബഹളം ഉണ്ടാക്കണോ? അതിനാരാ കള്ളു കുടിച്ചത്? കള്ളു കുടിച്ചത് പോലെ അഭിനയിച്ചതല്ലേ. അമ്മുവിന്റെ അച്ഛന്റെയും ചെറിയച്ഛന്റെയും മുഖത്തു നോക്കി 2 വർത്താനം പറയാൻ ഞാൻ ഇതേ ഒരു മാർഗം കണ്ടുള്ളൂ. അമ്മു എന്താ ഈ നേരത്ത്? ദാ ഇത് തരാമെന്നതാ. വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയായിരുന്നില്ലേ? പറയാതെ എങ്ങനെയാ കാര്യങ്ങൾ അറിയുന്നേ? അയ്യോ, ഇതൊന്നും വേണ്ട. ഒന്നും പറയണ്ട. ഇത് വേഗം വീട്ടിലേക്ക് അയച്ചോട്. പ്രേമേന്ദ്ര, ഇത് സംഗതി മറ്റതാണ്. മറ്റതോ? പ്രേമം. അയ്യോ, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത മഹാപിശിക്കുക. ചാവാൻ പോവാന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കില്ല. അവള് നിനക്ക് ഇത്രയും പൈസ തരണമെങ്കിൽ ഇതിലെന്തോണ്ട്? അന്ന് അവള് നിനക്ക് ചോറ് വിളമ്പി തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ കാശറിഞ്ഞപ്പോ എനിക്കത് ഉറപ്പായി.
നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട് വരുന്നത്? നീ രക്ഷപ്പെട്ടെന്ന്. എങ്ങനെ? ചേട്ടമ്പാവയുടെ മോൾക്ക് നിന്നെ ഇഷ്ടായ നീ മഹാരാജാവായിന്നാ. എടാ മുട്ടന്റെ അടുത്ത് മുട്ടണ്ട പോലെ മുട്ടിയാ പിന്നെ ഒന്നിനും മുട്ടുവരത്തില്ല. അങ്ങനെ മുട്ടിയാ മുട്ടുകാല് തല്ലി ഓടിക്കുന്നല്ലേ അവര് പറഞ്ഞിരിക്കുന്നത്? അല്പം ബുദ്ധിമുട്ടണം. മുട്ടണു. ഞാൻ പ്രേമേന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ വന്നതാ. ഉം. വലിയ തറവാട്ടിലെ രാമകൃഷ്ണ, ആ ഇടതുഭാഗം ഒരു 2 ഇഞ്ച് കൂടി പോകട്ടെ. കെട്ടിക്കോ. അപ്പോഴേ പരമേശ്വരനാരെ, ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രം ഉണ്ടോ? അതില്ല, പക്ഷേ പക്ഷേ അത് പിന്നെ തങ്കപ്പന്നാര് പറയുന്നത്. എനിക്ക് തങ്കപ്പനാര് പറഞ്ഞ കാര്യം കേൾക്കണ്ട. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പനാരല്ല, മാധവമെന്നാ. എന്താ മെല്ലെ രാവിലെ ചൂട്? പിന്നല്ലാണ്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാ. എന്നാലും തങ്കപ്പനാര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവർക്കൊക്കെ വില. കഴിഞ്ഞ തവണ തങ്കപ്പനായർ നടത്തിയ ഉത്സവം ഗംഭീരായിരുന്നേ. ഇത് അതിലും ഗംഭീരാവും കല്യാണമേ. പത്മിനി, വീട്ടിലേക്ക് പോകണോ? കാണാം. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ. പത്മിനിക്ക് തടിയത്തിന് കൂടുണ്ട് എന്ന് ചാപ്പയ്ക്കൊന്നുമില്ല കേട്ടോ. ചന്ദ്രനായുടെ വിവരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ. വിടണില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല. അവസാനിപ്പിച്ചു പോരാ. അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലഞ്ചട്ടായില്ലേ, ആവശ്യത്തിലുള്ള വകയുണ്ടാക്കിയില്ലേ. ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാം. എന്തേ ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ? പെടക്കലടി പെണ്ണേ, എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി. ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാൻ? പത്മിനി, നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴിയാവണമെങ്കിൽ ആവട്ടെ. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താടി, പഠിക്കാൻ നിനക്ക് ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ. പക്ഷെ ദിവാരം പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്നാ. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയണത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലാന്ന്. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പറ്റിയം. പപ്പച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലും കട കുത്തി തുടങ്ങി. നിക്കടി, ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്നി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? ദാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ ഭാനുമതി സംഭാവന എന്താണെന്ന് വെച്ചാൽ തന്നോളം നിങ്ങൾ സംസാരിക്കുക. നിനക്ക് പറയട്ടെ. ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണെന്താ കണ്ട നമ്മടെ പയ്യന് പിന്നെ അമ്പലവും വേണ്ട, ഉത്സവവും വേണ്ട. എന്താ എല്ലാവരും ചിരിക്കണേ? തെരുവ് മോശ. അതിന് ചിരിക്കാ ചെയ്യ. ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലേ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഈ തങ്കപ്പനാരുടെ പേര് മാത്രം ഇവിടെ പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നത് ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരായുടെ ഇളയ മോൻ, തട്ടാൻ കോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രായപ്പൻ. ഈ ചെത്തുകാരൻ രായപ്പനൊക്കെ പാടിയായി എത്രത്തോളം പാടും. മോള് വാ, പേടിക്കാണ്ട് വാ. ഓ കാര്യമായിട്ട് നോക്കിക്കോളും. ഓളുടെ ഉമ്മാന്റെ ഉമ്മാനെ നമ്മുടെ വാപ്പ അസലി രാജിക്ക് വലിയുപ്പ പെരുന്നാളിന് കൊടുത്താണ്. അതിന്നുണ്ടായ വിത്താണ്. എന്ത് വിത്തായാലും ശരി, എന്റെ അന്തോണിസ് പുണ്യാളച്ച ഹാജിയാർക്ക് 3000 ആണ് പോണത്. അത് നീ 5000 ആയിട്ട് മടക്കി തരണേ. ഈ കയറങ്ങോട്ട് പിടിച്ചോളീം, കായ് ഇങ്ങോട്ട് എടുത്തോളീം. കായ് എടുക്ക്, ഗുണം വരും. ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഹാജിയാരെ ഞമ്മള് കണ്ടു. എന്ത് കണ്ട്? ഹാജിയാരുടെ പുതിയ ബീവി അവിടുന്ന് എത്തി നോക്കണത് ഇപ്പൊ നമ്മള് കണ്ടു. അമ്മയ്ക്ക് ഇഷ്ടായി. ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. എന്താ അത് പോരെ? അത് മതി. ദേവയാനി ചേച്ചി എവിടേക്കാ? തന്റെ അമ്മയുടെ നായരോടക്ക്. അത് നടത്തം കണ്ടപ്പോഴേ മനസ്സിലായി. മാന്നാലും ഒന്നും കൂടെ മാറിയിക്കോ.
ഒന്ന് തൊഴിയിക്കാൻ കൊണ്ടുവന്നതാ. മറച്ചു വെക്കുമ്പോ നഷ്ടം വരരുതല്ലോ. തൊഴടി മോളെ, ഭഗവതി തൊഴടി മോളെ. എന്തിനാ പാപ്പി മറിച്ചു വെക്കുന്നത്? അതിന് നിനക്ക് തന്നെ വളർത്തി പാല് കുടിച്ച് ശരീരം നന്നായിക്കൂടെ? നായര് വെറുതെ വിവരദോഷം പറയരുത്. എന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ അപ്പാപ്പന്റെ അപ്പനോ പാല് കുടിച്ചിട്ടില്ല. പശുവിനെ വാങ്ങും വിൽക്കും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? തൊഴുതു കഴിഞ്ഞാൽ പോവാടി മോളെ. ഇനി ഇവിടെ നിന്നാ വിവരക്കേട് ഇനിയും കേൾക്കേണ്ടി വരും. തീർന്നു. അച്ഛൻ മരിച്ചു. അയ്യോ, കുറച്ചു മുമ്പ് നിന്റെ അച്ഛനെ കണ്ടതാണല്ലോ. എന്റെ അച്ഛനല്ല, ഭാസ്കരേട്ടന്റെ അച്ഛൻ. നിക്കടാ, എന്താ കാര്യം? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. തട്ടാങ്കോവല മരിച്ചു? വാ പോയി നോക്കാം. തട്ടാങ്കോവല മരിച്ചു. മരിച്ചോ? എപ്പോഴാ? ഇപ്പൊ. എപ്പോഴാ മരിച്ചത്? ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മുടെ വഴിപാട് നടക്കട്ടെ. ഇതൊന്ന് പിടിച്ചോളൂ. വഴിപാടുകാരൻ പോയ നിലയ്ക്ക് ഞാൻ ഇനി ആർക്ക് വേണ്ടിയാ തുള്ളുന്നേ? തിരുമേനി, എന്റെ ഭഗവതി, എന്താ എന്താ സംഗതി? നമ്മുടെ തട്ടാങ്കോവല മരിച്ചു. അയ്യോ, ഇങ്ങനെ കൂടി നിൽക്കാതെ മരിച്ച ആൾക്ക് ഇത്തിരി ആശ്വാസം കൊടുക്കുക. ഇത്തിരി ശുദ്ധമായി കിട്ടിക്കോട്ടെ. കേട്ടോ പണിക്കരെ? നിലത്തിറക്കി കിടക്കണം. കട്ടിൽ മറിച്ച് നേരം കിടത്താൻ പറ്റില്ല. എല്ലാരോടും ഒന്ന് പോവാൻ പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? മരിച്ചിട്ട് പോരെ നിലവിളി. ബഹളം വെക്കാനൊന്നുമില്ല. മൂപ്പരൊന്നും മയങ്ങിയതാ. കാവില് വെച്ച് കേട്ടപ്പോഴേ എനിക്കത് തോന്നി. ആരോടും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഭഗവതി, ചങ്ക് പൊള്ളിപ്പോയി മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത്. എന്താടി ഇത്ര ചിരിക്കാൻ? ഇത് ചിരിക്കാനുള്ള സമയ? എന്റെ അച്ഛൻ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാരും കൂടി ബഹളം വെച്ച് അച്ഛനെ കൊല്ലാതിരുന്നാ മതി. സമയം വരുമ്പോ അച്ഛൻ അറിയാം മരിക്കാൻ. പോട്ടെ ഭാസ്കര, പോയെന്ന് വിചാരിച്ച ആളല്ലേ തിരിച്ചു വന്നിരിക്കുന്നത്. നല്ല യോഗ. വല്ലാത്തൊരു യോഗ. ഇങ്ങനെ എല്ലാരും കൂടി ഓടി വന്നാൽ ആ വരവ് കണ്ടിട്ട് തന്നെ ആള് തീരും. ഒന്നങ്ങോട്ട് മാറുക. പണിക്കരെ, ഞാൻ ഇറങ്ങിയ. ഇനി ഇപ്പൊ പോയിട്ടെന്താ? തുള്ളി തീരുന്നതിന് മുമ്പ് ഓടി പോന്നതല്ലേ. ഇനിയുള്ളത് ഇവിടെ തന്നെ തുള്ളി തീർത്താ പോരെ? എവിടെ തുള്ളണമെന്നുള്ളത് വെളിച്ചപ്പാട് തീരുമാനിക്കും. പരിഹസിക്കരുത്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഏത് ഭഗവതിയും ഓടി വരും. പിന്നാണോ ഒരു വെളിച്ചപ്പാട്? അത് ശരിയാ. അയ്യോ, എന്റെ പശു, എന്റെ അന്തോണിസ് പുണ്യാളച്ച ചതിച്ചോ? പശു 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 ഒന്നരക്കൊമ്പി. എന്താ പാപ്പി ഇത്? 3000 കൊടുത്ത് വാങ്ങി എന്റെ പശു പോയി. അപ്പൊ നീ പശുവിനെ കെട്ടാണ്ടാ ഓടിയത്? അല്ല, പശുവിനോട് പൊക്കളാൻ പറഞ്ഞു. വഴി ഉണ്ടാക്കാൻ കരയണ്ട. താൻ ഭഗവതിക്ക് ഒരു പ്രാർത്ഥന കൊടുക്ക. പശു താനേ വരും. ശരിയാ, പോയ പശു അതുപോലെ തിരിച്ചു റിവേഴ്സിൽ വരും. ഓ, പോയ 3000ന്റെ കൂടെ എന്റെ ഒരു 10 ഉറുപ്പിക കൂടി വെളിച്ചപ്പാടിന് പോയിക്കോട്ടെ എന്ന്. നല്ല ബിസിനസ്സാ. എന്നാ താനിരുന്ന് കരേ. വരി നേരെ. അല്ല, എന്താ തന്റെ നിറം. പോയിക്കോ അവിടുന്ന്. ഇനി അച്ഛൻ സുഖമായിട്ടൊന്ന് ഉറങ്ങ്. ക്ഷീണം മാറട്ടെ. ഞാൻ ഡോക്ടറെ വിളിക്കാം. എനിക്ക് കഷായം മതി. ഓ, ഒടുക്കത്തൊരു കഷായം. ഈ കഷായം കുടിച്ചു കുടിച്ചാ ജീവിതം തന്നെ കൈപ്പേറിയ ഒരു കഷായായി പോയത്. ഈ പൈക്കളും നായ്ക്കളും ഒരുപോലെയാണ്. രണ്ടും മണത്തില്ലല്ലോ. ആയിട്ടിങ്ങൾക്ക് അറിയാതെ അത് വളർന്ന സ്ഥലം. അതായി ആര്യാരെ തോത്തിലുണ്ടാവുന്നു. എവിടെയെങ്കിലും കെട്ടിയിട്ട് തട്ടാന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു അല്ലേ? കയറ് വിട്ടതാ പറ്റിച്ചു. പോയതെന്തായാലും പോയി. നീ കയറും വിട്ട്. പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്താണ് നമുക്ക് ഫലം? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. എന്ത് കേക്കാൻ? പുറത്തു പോണ കാര്യം ഒഴിച്ച്
ഇജ്ജ് എന്ത് വേണോ പറഞ്ഞോ നമ്മള് കേക്കാം. ഞമ്മക്ക് രണ്ടുപേർക്കും കൂടെ എന്റെ ഇളയപ്പാന്റെ വീട് വരെ ഒന്ന് പോയിക്കൂടെ? അവിടെ നേർച്ചയില്ലേ? പിന്നാമ്പറത്തെ കുന്നിന്റെ മുകളിൽ പോയിരുന്നാൽ എന്തു ഭംഗിയാ. മയ പേണേന് മുന്നേ ആണേല് രണ്ട് മയവില്ലും കാണാം. കൊന്നുകളെ ഞാൻ. അനക്ക് ഇവിടെ എന്താണ് ഒരു കുറവ്? അന്ന നമ്മൾ നല്ലോണം നോക്കണില്ലേ? തിന്നാൻ തരണില്ലേ? ഈ കാണുന്നതൊക്കെ അനക്കുള്ളതല്ലേ? പിന്നെ ഒന്നിച്ച് കയ്യും പിടിച്ച് നേർച്ചയ്ക്ക് പോകാനും പറ്റും. നമ്മളെന്താ പ്രേമിക്കുക? അന്ന കെട്ടണേന് മുന്നേ രണ്ടെണ്ണത്തിനെ നമ്മൾ കെട്ടി. ഉത്സവത്തിന് കൊണ്ടുപോയി, നേർച്ചയ്ക്ക് കൊണ്ടുപോയി, സിനിമയ്ക്ക് കൊണ്ടുപോയി. ഒടുവിൽ എന്തുണ്ടായി? രണ്ടു ഓരോ കള്ള നായിന്റെ മക്കളുടെ കൂടെ നമ്മൾ അറിയാണ്ട് ഒളിച്ചോടി പോയി. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഹലോ പുന്നാര മുത്തേ, അന്ന ഞമ്മക്ക് 1000 വട്ടം വിശ്വാസമാണ്. എന്നാലും ഒരു പേടി. അതുകൊണ്ട് അന്ന നമ്മൾ എവിടെയും കൊണ്ടുപോകില്ല. ഈ നാട്ടിലുള്ള ഒരു ഹവുക്കും അന്നെ കാണാൻ നമ്മൾ സമ്മതിക്കില്ല. അനക്ക് മയവില്ല് കാണണമെങ്കിൽ ഭയുണ്ട്. ഇങ്ങനെ തണ്ണി വായിലെടുത്ത് തുപ്പിയാ മതി. അതിന്റെ ഉള്ളിൽ കാണാം മയവില്ല്. 7 നിറത്തില്. പക്കെങ്കില് വെയില് വേണം. അല്ലോ സൂക്ഷിക്കണം. പെണ്ണുങ്ങളെ ചിരിയേക്കുന്നുണ്ട്. ആചാര ബീവിനെ നമ്മൾ കണ്ടു എന്ന് അറിഞ്ഞാൽ അയാൾ നമ്മളെ മയ്യത്താക്കും. മയ്യത്തായാലും ശരി, എനിക്ക് എന്റെ പശുവിനെ കിട്ടണം. എന്നാലൊരു കാര്യം ചെയ്യാം, ആചാരം നേരിട്ട് എന്ന് കാണാതെ നമുക്ക് നേരെ ആലോചിച്ച് നോക്കിയാലെന്താ? എന്നവാ, എനിക്ക് ആചാരം എന്തിനാ, പശുവിനെ കിട്ടിയാ മതി. ഇതിനകത്തില്ല. അയാളെ നമ്പാൻ പറ്റൂല. അയാൾ തോത്തിന്റെ പുറത്തും കെട്ടും. വാ പോയി നോക്കാം. ഉണ്ടാവും ഉണ്ടാവും. വേഗം കയറിക്ക് ആചാരം നോക്കാം. അയ്യോ ചാടല്ലേ, ഇവിടെ ചാണകക്കുഴിയാണ്. ആരോ തൊടിയിൽ കടന്നിട്ടുണ്ടല്ലോ. ഈ പട്ടാപ്പകല് നമ്മുടെ താടിന്റെ വീട്ടിൽ കള്ളന്മാരാ. അകത്ത് പോ, അകത്ത് പോ, ഈ അകത്ത് പോ. എന്നെ അവര് കണ്ട ആരാണ്ടാ ചോദിക്കാണ്ട് തൊടി കടന്നത്? ഇത് പെണ്ണുങ്ങളുള്ള വീടാണെന്ന് അറിയില്ലേ? ഏത് ചെയ്താമാരാണ്ടാത്? ആചാരെ എന്റെ 3000 പോയി. ആചാരെ ആ പശു കയറും കൊണ്ട് ഓടി. ചാണകൂയിൽ ഏതായാലും ഇല്ല. അത് ഞങ്ങൾ നോക്കി. ആചാരം ഒന്ന് ചുറ്റും നോക്കി, അവിടെ എവിടെങ്കിലും ഉണ്ടാവും. ആ തട്ടാം ഭാസ്കരന്റെ അച്ഛൻ മരിച്ച് നിലവിളി കേട്ട് എല്ലാം മറന്ന് ഞാൻ ഓടിയത് ഒടുവിൽ ഇങ്ങനെ ആയല്ലോ കർത്താവേ. ചാവാങ്ങന്റെ നേരെ അവര് മയ്യത്തായ? ഔവക്കർ പറഞ്ഞിട്ടാണ് നമ്മൾ വിവരം അറിഞ്ഞത്. പടച്ചോ നിരീച്ച മനുഷ്യന് തടുക്കാൻ പറ്റില്ല മോനെ. ആൾക്കാരും വന്ന് തുടങ്ങില്ല അല്ലേ? എന്തോ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആ എത്തിയില്ലോ ഭാഗീരഥി പിള്ളേ. എന്തോ അപ്പൊ എത്തി. കടുങ്കാപ്പി ഒന്നുകൂടെ എടുത്തോളൂ. അപ്പോ എടാ അപ്പോ എണീക്കാൻ. ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ? ഞാനല്ല എത്തിയത്, നീയാ കൂടെ എത്തിയത്. എടാ ഇത് കാളവണ്ടിയാ. ഓ വയസ്സെത്രേ? വയസ്സോ? അല്ല സമയത്രേ? മണി 7 കഴിഞ്ഞു. അയ്യോ തോട്ടത്തിൽ മരുന്ന് കളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. 2 ചാക്കുമുട്ട ഇറക്കിട്ടോ. നീ ഈ ചാക്കിനകത്ത് കയറി കിടന്നുറങ്ങായിരുന്നു. അപ്പൊ ആരാ വണ്ടി കളിച്ചത്? വണ്ടി ആരും തെളിക്കണ്ട, ഇത് ഒട്ടകീറ താനെ തെളിഞ്ഞോളും. നീ 2 ചാക്കുമുട്ട ഇറക്കിട്ടെ. ഇതിന് ഇവിടെ ഇറക്കണേ? ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ? ഇത് എന്റെ വീട് തന്നെ അല്ലേടാ, ഇങ്ങോട്ട് ഇറക്കിടാ. എടുത്തോ. എടാ മണി, ഞാൻ എങ്ങനെയാ പൊക്കണത്? ഒന്ന് പൊക്കിത്താ. പൊക്കിക്കൊള്ളടാ. അങ്ങോട്ട് 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 എന്തീ കാട്ടണ? കൊണ്ടുപോയി വെക്കടാ. അമ്മവാ. ഓ
അയ്യോ ഈ വാതിലൊന്ന് പൊക്കി വെച്ചോടോ മനുഷ്യ. അങ്ങോട്ട് ഒതുക്കി വെക്കടാ. 10 പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ, ഇനി താൻ എങ്ങ് ഒതുക്കി വെച്ചാ മതി. അതിന് നിനക്കെന്താ അത്ര ചൊറിച്ചില്? എങ്ങനെ ചൊറിയാതിരിക്കും? നിങ്ങളുടെ മോൾ അവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴീണ പോലല്ല അവനെ പിഴിയണത്. മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ രണ്ടാമത് ജനിക്കണം. ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ. അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നതേ അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട്. അത് അവൻ വില തന്നു വാങ്ങിയതല്ലേ? വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ? അതിന്റെ പേരിൽ അവനിത്തിരി നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര തരണം? പോയി മറ്റേ എടുത്തോടാ. എണ്ണയുടെയും കുഴമ്പിന്റെയും കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല, പക്ഷെ ഞാനത് ഓർത്തു. മനഃപൂർവ്വം പറയാഞ്ഞതാ അപ്പോ. നീ ഇങ്ങനെ വാരിക്കോരി ചെലവാക്കണ കാണുമ്പോ എനിക്ക് സങ്കട. അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ? എന്റെ അമ്മയും അമ്മായിയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല. ആ അമ്മു സീതയ്ക്ക് എന്തി? അമ്മ ചേച്ചി 2 തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ. അതിപ്പോ നനച്ചിട്ടെന്തിനാ? അതിൽ പൊന്നു വിളയോ? കിട്ടിയോ? ആ ചോളിയോ ലാച്ചയോ? അതൊന്നുമല്ല, ചുടിദാറാ. നീ പറഞ്ഞ കളർ തന്നെ കിട്ടി. ദാ, ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട. എനിക്ക് വേണ്ട. ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ ഒന്നിന് മൂച്ച് കാണിക്കാനല്ലേ? അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി അറിഞ്ഞിട്ടല്ലേ ഞാന്. ശല്യപ്പെടുത്തിയതൊന്നും അല്ല, ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി തന്നത്. ആരെങ്കിലും നോക്കാണ്ട് പറ്റുമോ? എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ? എന്താടി നീ പറഞ്ഞത്? വല്ലവരോ? മേലിൽ ഇങ്ങനൊന്നും പറയരുത്. അപ്പോ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി. അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക്. അവന് ഈ കാളയ്ക്ക് 2 മണി വാങ്ങാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല. അങ്ങോട്ട് പോകാനാണ്. കട്ടവണ്ടി കട്ടവണ്ടി